പലസ്തീൻ സ്റ്റേറ്റ്ഹുഡ് ലഭിക്കുന്നതുവരെ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഇസ്രായേലിന്റെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്നായ നിരായുധീകരണത്തിന് സമ്മതിക്കില്ല എന്ന് ഹമാസ്. 2007 മുതൽ ഗാസ ഭരിക്കുന്ന ഹമാസ് ജെറുസലേം തലസ്ഥാനമായി ഒരു സ്വതന്ത്രവും പൂർണ്ണമായും പരമാധികാരമുള്ളതുമായ പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നതുവരെ ആയുധം താഴെ വയ്ക്കില്ല എന്ന് ശനിയാഴ്ച പ്രഖ്യാപിച്ചു. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ഏറ്റവും പുതിയ പരോക്ഷ ചർച്ചകൾ ധാരണയാകാതെ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് പ്രസ്താവന. ഗാസ യുദ്ധത്തിൽ 60 ദിവസത്തെ വെടിനിർത്തൽ ഉറപ്പാക്കാനും ബന്ദികളെ മോചിപ്പിക്കുന്നതിനുമുള്ള കരാറിനും ലക്ഷ്യമിട്ട് ഹമാസും ഇസ്രായേലും തമ്മിൽ നടന്ന പരോക്ഷ ചർച്ചകൾ കഴിഞ്ഞ ആഴ്ച പരാജയപ്പെട്ടു. പിന്നാലെയാണ് ഹമാസിന്റെ ഈ ഒരു പ്രഖ്യാപനം വരുന്നത്. ഇതോടെ ഗാസ സമാധാന ശ്രമങ്ങൾ പാതി വഴിയിലാവുകയാണ്. മധ്യസ്ഥരായ ഖത്തറും ഈജിപ്തും ഫ്രാൻസും സൗദി അറേബ്യയും ചേർന്ന് ദ്വിരാഷ്ട്ര പരിഹാരവും ഹമാസ് തങ്ങളുടെ ആയുധങ്ങൾ പലസ്തീൻ അതോറിറ്റിക്ക് കൈമാറണമെന്ന നിബന്ധനയും ഉൾപ്പെടുന്ന ഒരു ചട്ടക്കൂട് നിർദ്ദേശിച്ചിരുന്നു. ഈ നിബന്ധനകളാണ് ഹമാസ് നിരസിച്ചത്. ഏതെങ്കിലും ഒരു കരാറിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഹമാസ് നിരായുധീകരിക്കണമെന്ന് ഇസ്രായേൽ വാദിക്കുന്നു. എന്നാൽ ആയുധം താഴെ വെക്കില്ലെന്ന് ഹമാസ് നിരന്തരം പറഞ്ഞിട്ടുണ്ട്. ഏതൊരു പ്രമേയത്തിലും ഹമാസിന്റെ നിരായുധീകരണം ഉൾപ്പെടുത്തണമെന്ന് ഇസ്രായേൽ നിർബന്ധിക്കുന്നുണ്ട്. പലസ്തീൻ രാഷ്ട്രം സൃഷ്ടിക്കുന്നതിനെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു എതിർത്തു. അങ്ങനെയുള്ള നീക്കങ്ങൾ ഇസ്രായേലിനെ നശിപ്പിക്കാനുള്ള വേദി, അതായത് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്താൻ ഉപയോഗിക്കുമെന്ന് നെതന്യാഹു വാദിക്കുന്നു. ഗസയിൽ ഇസ്രായേൽ നടത്തിയ സൈനിക നീക്കത്തിന് ശേഷം പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചതിന് യുണൈറ്റഡ് കിങ്ഡത്തെയും കാനഡയും ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളെ അദ്ദേഹം വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹമാസിന്റെ അക്രമതന്ത്രങ്ങളായി അദ്ദേഹം കാണുന്നതിനുള്ള പ്രതിഫലമാണിതെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. 2023 ഒക്ടോബർ 7-ന് ഹമാസ് നേതൃത്വത്തിലുള്ള തീവ്രവാദികൾ തെക്കൻ ഇസ്രായേലിലേക്ക് മാരകമായ ഒരു കടന്നുകയറ്റം നടത്തി. 1200 പേരെ കൊല്ലുകയും 251 പേരെ തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കുകയും ചെയ്തതോടെയാണ് സംഘർഷം ആരംഭിച്ചത്. അതിനുശേഷം ഇസ്രായേലിന്റെ സൈനിക പ്രവർത്തനങ്ങൾ ഗസയെ തകർത്തു. 60,000-ത്തിലധികം പലസ്തീനികളെ കൊന്നൊടുക്കി. ഇതിനകം തന്നെ വളരെ ഗുരുതരമായ മാനുഷിക പ്രതിസന്ധി കൂടുതൽ വഷളാക്കി. കൂടാതെ ഇതുവരെ 1,47,000-ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണെന്ന് ഗസയിലെ പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം പറയുന്നുണ്ട്. പരാജയപ്പെട്ട ചർച്ചകളിൽ ഇരുപക്ഷവും പരസ്പരം പഴിചാരാൻ തുടരുന്നതിനാൽ ഗസയിലെ ഇസ്രായേലിന്റെ സൈനിക സാന്നിധ്യം ഉൾപ്പെടെയുള്ള പ്രധാന തർക്ക വിഷയങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല. അതേസമയം 2023 ഒക്ടോബറിൽ ഹമാസിന്റെ ആക്രമണത്തെ തുടർന്ന് ആരംഭിച്ച യുദ്ധത്തിൽ ഏകദേശം 22 മാസങ്ങൾ കഴിഞ്ഞിട്ടും ഗസയിൽ ഇപ്പോഴും തടവിലാക്കപ്പെട്ട ഇസ്രായേലി ബന്ദികളുടെ അതിജീവനത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കെ ശനിയാഴ്ച US പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് അവരുടെ ബന്ധുക്കളെ കണ്ടിരുന്നു. ടെൽ-അവീവിൽ തടിച്ചുകൂടിയ 100 കണക്കിന് പ്രതിഷേധക്കാർ വിറ്റ്കോഫിനെ കരഘോഷത്തോടെയും സഹായത്തിനുള്ള അഭ്യർത്ഥനകളോടെയുമാണ് സ്വീകരിച്ചത്. തുടർന്ന് കുടുംബങ്ങളുമായി ഒരു അടച്ചിട്ട യോഗത്തിൽ പങ്കുചേരുകയും ചെയ്തു. തകർന്ന പലസ്തീൻ പ്രദേശത്തേക്ക് ഭക്ഷണം എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ പരിശോധിക്കാൻ വിറ്റ്കോഫ് ഗസയിലെ US പിന്തുണയുള്ള ഒരു സഹായ കേന്ദ്രം സന്ദർശിച്ചതിന് ഒരു ദിവസത്തിനു ശേഷമാണ് ഈ ഒരു സന്ദർശനം നടന്നത്. ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കുന്നത് പോലെയുള്ള വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോൾ ഏറ്റവും പുതിയ വെടിനിർത്തൽ ചർച്ചകൾ പരാജയപ്പെട്ടതിന് ഇരുപക്ഷവും പരസ്പരം കുറ്റപ്പെടുത്തുന്നത് തുടരുകയാണ്.